നിധിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്ന ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. ശിശുക്ഷേമ സമിതി പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരുടെ പക്കൽ നിന്ന് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയാണ്. ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏറ്റവും സുരക്ഷിതമായി അവൾ. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചത് കാരണമാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നേഴ്സുമാരുടെ പരിചരണത്തിലാണ് കുഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്നത്. നിധി എന്നാണ് പേരിട്ടിരിക്കുന്നത് കുഞ്ഞിന്. 1-2 മാസക്കാലം മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയതിന് പിന്നാലെ ആ കുഞ്ഞിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഏതാണ്ട് ഇപ്പോൾ 2.5 കിലോ ഉണ്ട് ആ കുഞ്ഞിന് വെയിറ്റ്. എത്രത്തോളം ജാഗ്രതയോടുകൂടി ഉറങ്ങാതെ അവർ ശുശ്രൂഷിച്ച് അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടത്. റിയ ബേബി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. റിയ, ആ കുഞ്ഞിനെ പറ്റി എത്ര വാത്സല്യത്തോടെയും എത്ര സ്നേഹത്തോടെയുമാണ് രാവിലെ അവളെ ഇതുവരെ ശുശ്രൂഷിച്ച ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും സംസാരിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഏറ്റവും സുരക്ഷിതമായ കൈകളിലേക്ക് ആ കുഞ്ഞിനെ ഇപ്പോൾ കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിനെ സുരക്ഷിതത്വം ഒരുക്കേണ്ട 2 പേരായിരുന്നു, അച്ഛനും അമ്മയും. ആ 2 പേരും കുഞ്ഞിനെ പല കാരണങ്ങൾ കൊണ്ടാകാം ഉപേക്ഷിച്ചു പോയി. വെറും 3-4 ദിവസമുള്ളപ്പോഴാണ് പ്രസവിച്ച ശേഷം 2 പേരും ജാർഖണ്ഡിലേക്ക് തിരിച്ചു പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആ കുഞ്ഞിനെ നോക്കിയ കൈകളായിരുന്നു നമ്മൾ രാവിലെ കണ്ടത്. സുരക്ഷിതമായ കുഞ്ഞിനെ നോക്കി 900 ഗ്രാം മാത്രം തൂക്കമുണ്ടായിരുന്ന ആ പെൺകുഞ്ഞിനെ ഇപ്പോൾ 2.5 കിലോ തൂക്കത്തിലേക്ക് അവർ എത്തിച്ചു. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ്. അങ്ങനെ ആരോരുമില്ലാതിരുന്ന കുഞ്ഞിനെ നിധി പോലെ നോക്കി ആരോഗ്യ വകുപ്പ് മന്ത്രി ആ കുഞ്ഞിന് നിധി എന്ന പേര് ഇന്നലെ ഇട്ടു. ഇന്നിപ്പോൾ ഇതാ CWC ചെയർമാന് ഉദ്യോഗസ്ഥർക്ക് കുഞ്ഞിനെ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഷാഹിർ ഷാ കൈമാറിയിരിക്കുകയാണ്. സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞ നിമിഷമെന്നായിരുന്നു നേരത്തെ ഈ ആശുപത്രിയിലെ ആളുകൾ പറഞ്ഞത്. കാരണം അവരവരുടെ കുഞ്ഞിനെ പോലെ നോക്കിയ 1.5 മാസക്കാലമായിരുന്നു കുഞ്ഞിന് ഇവിടെയുള്ള മിൽക്ക് ബാങ്കിലെ മുലപ്പാലാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഫോർമുല മിൽക്ക് കൊടുത്ത് കുഞ്ഞത് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇപ്പോൾ കുഞ്ഞിനെ CWC പ്രതിനിധികൾക്ക് കൈമാറുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു CWCൻ്റെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലായിരിക്കും കുഞ്ഞുണ്ടാവുക. എന്തെങ്കിലും സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക് കുഞ്ഞിനെ ആവശ്യപ്പെട്ടാൽ സാധ്യതകളൊക്കെ പരിശോധിച്ച് അവർ കുഞ്ഞിനെ സുരക്ഷിതമായി നോക്കുമെന്ന് ഉറപ്പുവരുത്തി കുഞ്ഞിനെ കൈമാറാൻ തയ്യാറാണ് എന്ന് CWC പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദത്ത് നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറും. അതിനൊക്കെ കുറച്ച് താമസമെടുക്കും. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ആരുമില്ലാതിരുന്ന ദിവസങ്ങൾ പ്രായമുള്ള ആ ചോരക്കുഞ്ഞിനെ 3 മാസം പ്രായമുള്ള ആരോഗ്യവതിയായ നിധിയാക്കി മാറ്റിയത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ട്, അവരെ പരിചരിച്ച നഴ്സുമാർ, അവിടുത്തെ ഡോക്ടറായിരുന്ന വിജി, അങ്ങനെ ഒരുപാട് ആളുകളാണ്. ഗർഭിണിയായിരുന്ന ഒരു നഴ്സൊക്കെ ആ കാലയളവിൽ കുഞ്ഞിനെ നോക്കിയിരുന്നു. അവർ പറഞ്ഞത് തനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ അതിനു മുമ്പേ തനിക്കൊരു കുഞ്ഞുണ്ടായിരിക്കുന്നു, അതുപോലെയാണ് താൻ ആ കുഞ്ഞിനെ നോക്കിയെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സങ്കടവും സന്തോഷവും വാത്സല്യവും നന്മയും ഒക്കെ നിറഞ്ഞ കുറച്ച് സമയമായിരുന്നു ഈ കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ ഇതാ ഇപ്പോൾ ആരോഗ്യവകുപ്പ് കുഞ്ഞിനെ ആരോഗ്യവകുപ്പ് കൃത്യമായി പരിപാലിച്ചു. ഇപ്പോൾ CWCക്ക് കുഞ്ഞിനെ കൈമാറുകയും ചെയ്തു. റിയയുടെ വാക്കുകളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് പരിചരിച്ച് നമ്മുടെ സ്വന്തമാക്കി അതിന് നിധി എന്ന് പേരിടുകയായിരുന്നു. അല്ലാതെ പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ നിധി എന്ന് പേരിടുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ആ കുഞ്ഞ് നമ്മുടെ നിധിയായി മാറുകയാണ്. 900 ഗ്രാം മാത്രം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് അത് അതിജീവിക്കുമോ എന്ന ആശങ്ക, അതിനിടയിൽ അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന നിർബന്ധ ബുദ്ധി, 2.5 കിലോ തൂക്കം ഈ 2 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര പൊന്നു പോലെ അവനവൻ്റെ കുഞ്ഞിനെ പോലെ നോക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഗർഭിണിയായിരുന്നൊരു സ്ത്രീ, അവിടെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരിയായിരുന്ന ഒരു നഴ്സ്, എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭാഗ്യം ചെയ്ത കുട്ടി കൂടിയാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ തീർന്നു പോകേണ്ടുന്ന ഒരു ജീവനല്ല, ഒരു ജീവിതമല്ല അതിൻ്റേത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ തന്നെ വളരട്ടെ.